ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ വഴുതനങ്ങ കൊണ്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു, കടുകിട്ടു, ഇതാ സവാള ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് വഴുതനങ്ങ വാരിയിട്ട് കൊടുത്തു. വേവാനുള്ള കുറച്ച് വെള്ളം, കുറച്ച് മുളക് പൊടി, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് തേങ്ങയും ജീരകം കൂടി അരച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളക്കിയിട്ട് നമുക്കൊരാൾ ക്ഷീണിച്ചിട്ട് കിടക്കണമുണ്ട്, ഒരാൾ ഇവിടെയും കിടക്കണ്ട്. ഒക്കെ അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ വഴി കൂടെ പോകണവരൊക്കെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് പോവുകയാണേ. വഴി കൂടെ പോകുമ്പോൾ ഇവരുടെ വായി വെറുതെ ഇരിക്കില്ല, അതൊക്കെയാണ് പ്രശ്നം. പിന്നെ നായ്കൾ കുറച്ചില്ലെങ്കിൽ പിന്നെ അവർ ചോറ് കഴിക്കുമ്പോൾ എന്തായാലും അതിനോട് കുറച്ച് നമുക്ക് ചോറ് തരുന്നതല്ലേ എന്നിട്ട് ഒരുപാട് നന്ദിയും കൂറൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നായ്ക്കൾ. നല്ല സ്നേഹമാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തിനാ, നമുക്ക് ചോറ് തരുന്നത് എന്തിനാ, നമ്മുടെ ജോലി നമ്മൾ ചെയ്യാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക കേട്ടോ. ഇന്നലെ നമ്മുടെ കാട്ടുപോത്തൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ലോങ് ആയതുകൊണ്ട് അത് വീഡിയോ എടുത്താൽ കിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടകാരികളാണ്. ആ മലയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ജാറെടുത്തു, കുറച്ച് ചക്ക വരട്ടി ചെയ്തിട്ട് കൊടുക്കാം. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുത്ത് ഞാൻ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ടൊന്ന് ഓൺ ചെയ്താൽ മതിയാവും. ഇതാ 1 മുറി തേങ്ങ ചിരവിൻ്റെ ഇതിട്ട് കൊടുക്കണം. ഇതാ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ രണ്ടാമത്തെ തവണ അതേപോലെ അരയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് ഞാൻ. വെല്ലം ശർക്കര വന്നിട്ട് ചക്കയിൽ വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വേഗം നനച്ച് വെച്ചിട്ടുണ്ട്. ഊരിയെടുക്കണം. മലയിലൊക്കെ വെയിലൊക്കെ പോയി പെട്ടെന്ന് മഴ വന്നു കേട്ടോ. അതുകൊണ്ടോ ആകാശമൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടിയിട്ടുണ്ട്. ഇതാ ഞാൻ തീ കത്തിച്ചിട്ട് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ വേവണേ ഉള്ളൂ കേട്ടോ. ഒക്കെ വേഗം കഴുകിയെടുത്തു. ഇനി ഇതൊന്ന് തോരാനിടണം. ഇതാട്ടോ ഇറക്കാനായി, വെന്തു. അങ്ങനെ അംഗൻവാടിക്ക് പോവാൻ പാതൂര് എത്തി. മഴ പോയി വെയിലായി കേട്ടോ. ഞാൻ മഴ വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ കാട് കാട് കാട്. ഈ ഭാഗത്ത് അങ്ങനെ റബ്ബർ കാട്. ഞാൻ പോണതിൻ്റെ പിന്നാലെ 2 പേരും ഓടിക്കൊണ്ട് പോവടി കല്ലെടുത്ത് എറിയപ്പോ ഞാൻ. ഈ ഭാഗത്ത് അങ്ങനെ ഫോറസ്റ്റ് ഏരിയ, കൊടും കാട്. ഇത് അംഗൻവാടി പോയിട്ട് വന്നു. കുറച്ച് മുരിങ്ങയില കിട്ടി, കുറച്ച് മല്ലിയില കിട്ടി. ബാഗ് ഇതാ മിഠായി ഞങ്ങൾക്ക് വേണം പറ്റാൻ നിൽക്കണം 2 ആളും. മിഠായി കഴിക്കണം നായ്ക്കുട്ടികൾ. നിനക്ക് അങ്ങനെ മോനെ വേഗം പോയി അംഗൻവാടി പോയി വിളിച്ചിട്ട് വന്നതാ. 2 പപ്പിക്കുട്ടികളുണ്ട് ഇവിടെ. അതിനകത്ത് ദണ്ടിലൂടെയൊക്കെ വൃത്തികേടാക്കിയിട്ട് ഇനി ഈ റൂമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നാലും ഇവരെയൊക്കെ സംരക്ഷിക്കണം. മഴക്കാലമല്ലേ, പുറത്ത് വിടാൻ പറ്റില്ലല്ലോ, വഴിയിൽ കളയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ കേട്ടോ. ആകെ ഇതാ ഒരു ഹാള്, ഒരടുക്കള, അതന്നെ ഉള്ളൂ. ഇതാ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ.
എന്താ വാടക വീടായതുകൊണ്ട് തന്നെ അധികം സ്ഥലമൊന്നുമില്ല, എന്നാലും ഉള്ള സ്ഥലത്താണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്തു. ഇനി ഇത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ആ ഒരൊറ്റ റൂമും ഒരു ഹാളും തന്നെ ഉള്ളൂ കേട്ടോ. അതെല്ലാവിടെയും തുടച്ച് ക്ലീനാക്കി